ഹായ് മകളെ, 9ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. നിർബന്ധമായിട്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. കാരണം ഇത് നിങ്ങളുടെ ലൈഫിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മക്കളെ, ഇതൊരു ലാസ്റ്റ് കോളാണ് എന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പാരൻസൊക്കെ അത്രയധികം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കുട്ടികളെയും പഠിപ്പിക്കുന്നത്. ഒരു വീട്ടിൽ തന്നെ ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ ചേച്ചിമാർ, ചേട്ടന്മാർ, അനിയന്മാർ, അനുജിമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന ഒരുപാട് പൈസകളുണ്ട് അല്ലേ. അപ്പോൾ ഈ പൈസകളൊക്കെ നമുക്ക് ഒരു കാലത്ത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടാവും. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണെന്ന് വെച്ചാൽ വലിയൊരു സംഭവമൊന്നുമല്ല, പക്ഷേ സംഭവമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ +1 കഴിഞ്ഞ് അല്ലെങ്കിൽ +1ലേക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളിൽ, അതായത് ഏറ്റവും കൂടുതൽ റിസൾട്ടുകളുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ്, അത് സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, അത് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായുള്ളൊരു കാര്യം 10ാം ക്ലാസ്സിലെ റിസൾട്ടാണ്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ്, അവരോട് ചോദിച്ച് നോക്കുക, അവർക്കെല്ലാവർക്കും 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു, അവർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയോ എന്ന് അന്വേഷിച്ച് നോക്കുക. അവരിഷ്ടപ്പെട്ട സ്കൂളിലാണോ അവർക്ക് അഡ്മിഷൻ കിട്ടിയത് എന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അഡ്മിഷൻ കിട്ടിയോ എന്നതിനേക്കാൾ അപ്പുറം അവർക്ക് ഇഷ്ടപ്പെട്ട, അവർ വിചാരിച്ച സ്കൂൾ, അവർക്ക് വിചാരിച്ച കോമ്പിനേഷൻ കിട്ടിയോ നിങ്ങൾ ആലോചിക്കുക. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയിട്ട് പോലും മാർക്ക് അല്ലെങ്കിൽ വിചാരിച്ച സ്കൂളിൽ കിട്ടാത്തൊരു കാലഘട്ടം ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ ഒരു മാർക്ക് പോലും ഇല്ലെങ്കിൽ നമുക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരേണ്ടതുണ്ട്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ മാർക്ക് എങ്ങനെ വാങ്ങണം എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. വീട്ടിൽ വെറുതെ ഇരുന്നാൽ മാർക്ക് കിട്ടുമോ? നിങ്ങൾ കുറേ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും, സാറേ 10ാം ക്ലാസ് സ്കൂളൊക്കെ പോവട്ടെ, അവിടുന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾക്കറിയാം, സ്കൂൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നെഗറ്റീവായുള്ള കാര്യം അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ് കൊള്ളില്ല എന്നൊന്നുമല്ല ഒരിക്കലും പറയുന്നത്. ഏകദേശം ഒരു 60ഓളം കുട്ടികൾ ഒരു ക്ലാസ് റൂമിലുണ്ടാവും. ആ ക്ലാസ് റൂമിലുള്ള എല്ലാ കുട്ടികളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാന്നുള്ളത് ഒരു ടീച്ചർക്ക് സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. അത് എല്ലാ ദിവസവും ട്രീറ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ടീച്ചേഴ്സിന് ഒന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവർക്ക് സിലബസ് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ഓണം എക്സാം വരുന്ന സെപ്റ്റംബർ 4-ാം തീയതിയാണ്. സെപ്റ്റംബർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ജൂണായി, ജൂലൈ, ഓഗസ്റ്റ് 2 മാസം കഴിഞ്ഞാൽ സെപ്റ്റംബറാണ്. അപ്പോഴേക്കും ഒരു സബ്ജക്റ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ച് തീർക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് സ്കൂൾ തുടങ്ങി ചിലപ്പോൾ ആദ്യത്തെ ചാപ്റ്ററൊക്കെ കുറേയൊക്കെ എത്തിയിട്ടുണ്ടാവും. ചില സ്കൂളിൽ ചിലപ്പോൾ സ്പീഡിൽ വിടുന്നുണ്ടാവും. നിങ്ങൾക്കൊരു ഓഗസ്റ്റിന് മുമ്പ് തീർക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് സ്പീഡിൽ വിടുന്ന ടീച്ചേഴ്സ് ഉണ്ട്, സ്ലോയിൽ വിടുന്ന, അതായത് പെൻഡിങ് ആവുന്ന ടീച്ചേഴ്സ് ഉണ്ട്, കൃത്യമായുള്ള സ്ട്രക്ചറോടുകൂടി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, എല്ലാ തരത്തിലുള്ള ടീച്ചേഴ്സും ഉണ്ട്. പക്ഷേ അതിനനുസരിച്ച് നമുക്ക് ഓടിയെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തരുന്ന എക്സാമാണ് ആദ്യത്തെ എക്സാമായിട്ടുള്ള ഓണം എക്സാം എന്ന് പറയുന്നത്. അതിൽ മാർക്ക് കുറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. 10ാം ക്ലാസ് എത്തി, എൻ്റെ കൂട്ടുകാരെല്ലാം എനിക്ക് നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്, എനിക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ അപ്പോഴേക്കും നേരം വൈകിയിട്ടുണ്ടാവും. നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് ഓണം എക്സാം തന്നെയാണ്. അതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് വേണം നമുക്ക് പബ്ലിക് എക്സാമിലേക്ക് പതിയെ മൂവ് ചെയ്യാൻ. സോ നിങ്ങളോട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് തന്നെയാണ്. അത്രയധികം കുട്ടികൾക്കാണ് ഫുൾ A+ കൂടി ഇപ്രാവശ്യം പാസ്സായത്. ഒരുപാട് കുട്ടികൾ നമ്മൾ നേരിട്ട് സംസാരിച്ചു, ഒരുപാട് പാരൻസ് സംസാരിച്ചു. അപ്പോൾ കുട്ടികളുടെ കൂടെ തന്നെ പാരൻസും ഇരുന്ന് ക്ലാസ്സുകൾ കാണുന്നുണ്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നമ്മളൊരു ബാച്ച് ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ബാച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു 2-3 ചാപ്റ്ററുകളായിട്ടുണ്ട്. അതായത് ഓൺ എക്സാമിനേക്കുള്ള എല്ലാ പോർഷൻസും ഏകദേശം കവർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുറേ ആളുകൾക്ക് ചാപ്റ്റർ മിസ്സായതുകൊണ്ട് സങ്കടമുണ്ട്. സോ ആ സങ്കടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ജൂൺ 12-ന്, അതായത് നിങ്ങളിപ്പോൾ എന്നാണോ വീഡിയോ കാണുന്നത് ആ ജൂൺ 12 ഒന്ന് നോക്കുക, അന്നാണ് നമ്മുടെ ആദ്യ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അവസരം മിസ്സാക്കരുത്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ എത്രത്തോളം ലേറ്റ് ആയിട്ടാണോ ജോയിൻ ചെയ്യുന്നത് അത്രത്തോളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് കിടക്കും. അത് നമ്മളെ ഭയങ്കരമായിട്ട് നെഗറ്റീവിലേക്ക് കൊണ്ടുവരും. പക്ഷേ അതും പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് ക്ലാസ്സുകൾ കണ്ടു തീർത്ത് നോട്ടിലേക്ക് എഴുതുന്ന ആൾക്കാരുണ്ട്. സോ നിങ്ങളോട് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ സെക്കൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ബാച്ച് എന്ന് പറഞ്ഞാൽ അത് 2ാമത്തെ ബാച്ച് എന്ന് മാത്രമാണ് അർത്ഥം. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും ആദ്യം മുതലേ ക്ലാസ്സുകൾ എടുക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്കൊരു സംശയമുണ്ട്, 10ാം ക്ലാസ്സിൽ ഒറ്റയ്ക്ക് പഠിച്ചാൽ മാർക്ക് കിട്ടില്ല എന്ന് സംശയം ഉണ്ട് എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നിങ്ങൾ ടീമായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾക്കറിയാം, ഒരു സ്കൂളിൽ പോയാലും ഇന്നാലേക്ക് ഒരു മോള് പറഞ്ഞു വെച്ചാൽ, ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും സൈലത്തിൻ്റെ ക്ലാസ് കാണുന്നതാണ് സാറേ എന്ന് പറയുന്ന ഒരുപാട് മക്കളുണ്ട്. സോ ആ രീതിയിലേക്ക് നമുക്ക് ഇനിയും വളർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നൽകുക എന്നത് തന്നെയാണ് സൈലം അസ്ത്ര ബാച്ചിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളായിരിക്കും ഈ ചെറിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. 995400
800 ഇതാണ് നമ്മുടെ നമ്പർ. അതിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് സീറ്റ് ഉറപ്പ് വരുത്തുക. ഇനി നിങ്ങൾ സംശയിച്ച് നിൽക്കാനുള്ള ഒരു അവസരമല്ല. കാരണം വെച്ചാൽ ഇനി ഒരു 3rd ബാച്ച് നമുക്ക് അസ്ത്ര ബാച്ചിന് ഉണ്ടാവില്ല. ഇനി ലാസ്റ്റിലേക്ക് ക്രാഷ് കോഴ്സുകളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചാപ്റ്ററുകൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അസ്ത്ര ബാച്ച് 2.0 ജോയിൻ ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ പേരറിയാത്ത ആൾക്ക് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.